ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. തുടർന്ന് വായിച്ചോ. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാസ, കണ്ണുകളുടെ ദുരാസ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്ന ഒന്നാമത്തെ കാര്യം, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിക്കരുത്. ഈ ലോകവും ലോകത്തിലെ വസ്തുക്കളും നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? ഇതൊക്കെ നമുക്ക് തരുന്നവനെയാണ് സ്നേഹിക്കേണ്ടത്. ആ വസ്തുവിനെയല്ല സ്നേഹിക്കേണ്ടത്, ഇത് തരുന്നവനെയാണ് സ്നേഹിക്കേണ്ടത്. നിങ്ങൾ ഒരു സിനിമയുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്, ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ചിരി കണ്ടാ അറിയാം കണ്ടിട്ടുണ്ടെന്ന്. ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന ഒരു സിനിമ മനോഹരമാണ്, നല്ല സിനിമയാണ്. അപ്പോൾ അതിൽ ഭാര്യയ്ക്ക് ഒരു ഡയമണ്ട് നെക്ലസ് ഭർത്താവ് അറിയാതെയാണെങ്കിലും മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവൾക്ക് കിട്ടി. അപ്പോൾ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അത് കിട്ടി. അപ്പോൾ ഈ ഭാര്യ ഈ ഡയമണ്ട് നെക്ലസ് 10-75 ലക്ഷം രൂപ വില വരുന്ന ഒരു ഡയമണ്ട് നെക്ലസാണ്. ഇത് നോക്കി ഇവളിങ്ങനെ ഇടക്കിടക്ക് ആ ഡയമണ്ട് നെക്ലസിനെ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ പിടിച്ച് കാണിക്കും. ഈ നെക്ലസ് ആയതുകൊണ്ട് നേരെ കാണാൻ പറ്റില്ലല്ലോ. നല്ല സിനിമയാണ്. അപ്പോൾ ഈ നെക്ലസ് ഇങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കാം. ഒടുവിൽ ഭർത്താവ്, ഇതിന്റെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്. ഭർത്താവ് ഇവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നേക്കാൾ അധികം ആ ആഭരണത്തോടാണല്ലേ പ്രിയം എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ്. പ്രിയപ്പെട്ടവരെ, ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ, ഭാര്യയുടെ ചങ്ക് തകരുകയാണ്. അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ ഒരു കാര്യം ചെയ്യുകയാണ്. അവൾക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇഷ്ടപ്പെട്ട, എല്ലാവരോടും ഇവൾ കൊണ്ടുപോയി നടന്ന് കാണിക്കും. എൻ്റെ ഭർത്താവ് മേടിച്ച് തന്ന ഡയമണ്ട് നെക്ലസ് കണ്ടോ 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 എന്ന് പറഞ്ഞ്. ഇനി ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ആണുങ്ങളാണ്, ഇപ്പോൾ മാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺസ് തുറന്നിടും എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ കഴുത്തി കിടക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡയമണ്ട് നെക്ലസിനെ കുറിച്ച് ഭർത്താവ് ഇവളോട് നിങ്ങൾ ചിരി നിർത്ത്, തിരിച്ചു പോവാ. ഡയമണ്ട് നെക്ലസിനെ കുറിച്ച് ഭർത്താവ് ഇവളോട് ചോദിക്കുകയാണ്, എന്നേക്കാൾ അധികം നിനക്ക് അതിനോടാണല്ലേ സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ അവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കടലിന്റെ തീരത്ത് നിൽക്കുമ്പോഴാണ് അവൻ അത് ചോദിക്കുന്നത്. അവൾ അത് അഴിച്ചെടുക്കുകയാണ്. അഴിച്ചെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ആ ഡയമണ്ട് നെക്ലസ് ആ ആഴിയുടെ അഗാധങ്ങളിലേക്ക് ഒറ്റേറി വെച്ചു കൊടുക്കുകയാണ്. അതോടുകൂടെ സിനിമ അവസാനിക്കുകയാണ്. അവള് ഭർത്താവിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്, എനിക്ക് നീ തന്നതിനോടല്ല നിന്നോടാണ് സ്നേഹമെന്ന് പറയാതെ പറയുകയാണ്.